ഈ മരണമെന്നുള്ളത് ഉർവശി സിനിമയിൽ മാത്രമല്ല നമ്മുടെ ജീവിതത്തിലെല്ലാം നമുക്ക് കാണുന്നു. ഉർവശിയുടെ അനുജന്റെ ഒരു മരണം അത് വല്ലാതെ അത് ഈ സിനിമയ്ക്ക് ശേഷമായിരുന്നു. അത് അന്നത്തെ രീതിക്കനുസരിച്ച് ഒരുപാട് തകർത്തൊരു സംഭവമായിരുന്നു അത്. ഇതുപോലെ തന്നെ ഒരു സിറ്റുവേഷൻ ആ ദിവസം ഞാൻ മാനേജ് ചെയ്യേണ്ടി വന്നു. എൻ്റെ അമ്മയെ അറിയിക്കാതെ ബാക്കിയുള്ളവരെ അറിയിക്കാതെ കൊണ്ട് ചെല്ലേണ്ട ഒരു അവസ്ഥയുണ്ടായി. നമുക്ക് ചിലത് നമ്മൾ സിനിമയിൽ ചെയ്യുന്നതുകൊണ്ട് ജീവിതത്തിൽ അതുപോലെ വരുന്നല്ലോ. പിന്നെ എനിക്ക് കുറേ നെഗറ്റീവായിട്ടുള്ള അങ്ങനെയുള്ള സീൻസുള്ള പടങ്ങൾ ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടായി. ഇപ്പോഴും ഞാൻ കുറച്ചത് നോക്കും. കുറേ നെഗറ്റീവായിട്ട് തീർച്ചയായിട്ടും അത് എന്താ പറയാ, ആ ഒരു പ്രായം ഒരു വല്ലാത്തൊരു 17 വയസ്സ് നിങ്ങൾ ഒരുമിച്ച് കളിച്ച് നടന്നവരാണ്. ഒരുമിച്ച് കളിച്ച് നടന്നു എന്നുള്ളതല്ല, എനിക്ക് അധികാരം സ്ഥാപിക്കാൻ അല്ലെങ്കിൽ എനിക്ക് എൻ്റെ മോനെ പോലെ നോക്കാൻ കിട്ടിയത് ഏറ്റവും ഉള്ള അനിയനെയാണ്. ബാക്കി 2 ചേച്ചിമാരും മൂത്തതാണ്. എൻ്റെ ഇളയ ഞങ്ങൾ എന്നെക്കാൾ 1 വയസ്സിന് താഴെയാണ്. അപ്പം ഞങ്ങളാണ് ഒരുമിച്ച് സ്കൂളിൽ പോകുന്നതും ഫ്രണ്ട്സിനെ പോലെ. ഇളയ അനിയനാണെന്ന് പറയുന്നത് അവനാണ് എനിക്ക് ഒരു കുഞ്ഞായിട്ട് കിട്ടിയത്. എൻ്റെ ആദ്യത്തെ ഒരു മകൻ എന്ന് പറയുന്നത് അവനാണ്. അപ്പോൾ നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാത്തൊരു കാര്യം, എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ ഒരു മരണം എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെ കുറിച്ച് നമുക്കിപ്പോഴും വലിയ ധാരണയില്ല. അപ്പോൾ അത് എന്നെ മാത്രമല്ല നമ്മുടെ കുടുംബത്തിലെല്ലാവർക്കും. പിന്നെ അത് കോമ്പൻസേറ്റ് ആയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കലശേച്ചി 7 മാസം ഗർഭിണിയായിരുന്നപ്പോഴാണ് മരണം. അപ്പോൾ സ്കാനിങ്ങിൽ അത് പെൺകുട്ടിയാണെന്നൊക്കെ ആയിരുന്നു അന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ 2 മാസം കഴിഞ്ഞപ്പോൾ പ്രസവിച്ചത് ആൺകുട്ടിയാണ്. അപ്പോൾ അവനാണ് വന്ന് ജനിച്ചതെന്നുള്ളത് ഞങ്ങളെല്ലാവരും അതിലേക്കങ്ങ് മാറി. അനുജൻ ആത്മഹത്യ ചെയ്തു എന്ന് പറയുമ്പോൾ അതിലൊരു അങ്ങനെ അവന് മനസ്സിലൊരു വല്ലാത്തൊരു വിഷമോ അലട്ടിയിരുന്നു. തീർച്ചയായിട്ടും അവര് ആ ക്ലാസ്സിലെ ആ ഒരു ടീമിലെ ഒരു 6-7 കുട്ടികൾ അടുപ്പിച്ച് 3 മാസം ആയിട്ട് ഇങ്ങനെ സൂസൈഡ് ചെയ്യായിരുന്നു. അപ്പോൾ എന്തോ ഒരു ഞങ്ങളിപ്പോൾ ഊഹിക്കുന്നു, പിന്നീടുള്ള ഒരു ഇതിൽ ഏതോ ഒരു പ്രത്യേക ഒരു സംഗതിയിൽ അവർ പെട്ടിരിക്കാം, അങ്ങനെയൊക്കെ ആയിരിക്കാം. ഒരു 4-5 കുട്ടികൾ അടുപ്പിച്ച് അങ്ങനെ ഒരു പക്ഷേ അവരുടെ വിഷമം നേരത്തെ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് പറ്റുമായിരുന്നു. അതങ്ങനെ ആയതാണ്. പിന്നെ നമ്മൾ അതിലോട്ട് പോകാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അമ്മയുടെ വിഷമങ്ങൾ അത് കൂടുതൽ എൻ്റെ അമ്മയെ വിഷമം. ഇതൊക്കെ അമ്മയെ പിന്നീട് പറയേണ്ട വന്നല്ലോ. ഇത് ഉർവശി കുറച്ച് നേരത്തേക്ക് ഇതൊക്കെ അവരിൽ നിന്ന് മറച്ചു വെച്ചെങ്കിൽ പോലും. അതെ അതൊക്കെ നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോഴല്ലേ അറിയുന്നത് ഇങ്ങനെ ഒരു സംഗതിയാണെന്നുള്ളത് അറിയുന്നത്. അത് കുറേശ്ശെയായിട്ട് നമ്മളത് ഇവിടുന്ന് ഞങ്ങൾ ട്രിവാൻഡ്രത്തായിരുന്നു നടക്കുമ്പോൾ. അപ്പോൾ ട്രിവാൻഡ്രത്ത് നിന്ന് തിരിച്ച് മദ്രാസിൽ എൻ്റെ അമ്മയെ കൊണ്ടുപോകുന്നത് വരെ ഉള്ള ആ സമയം എന്ന് പറയുന്നത് നമുക്ക് അന്നത്തെ എൻ്റെ പ്രായത്തിന് താങ്ങാവുന്നൊരു സംഗതിയല്ല. ഇപ്പം പിന്നെ കുറേ കൂടെ നമ്മൾ മെച്യൂർഡായി, കുറേ കാര്യങ്ങൾ നമുക്ക് എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യണമെന്നുള്ളതൊക്കെ കുറേയൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു. അന്നത് വലിയ പ്രയാസമായിരുന്നു, വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ഉർവശിയുടെ കുടുംബത്തിലെ ആദ്യത്തെ ഒരു ദുരന്തം അതായിരിക്കാം വേണമെങ്കിൽ അല്ലേ, ദുരന്തമെന്ന് പറയാവുന്നത്. അതെ അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കാരണം നമ്മളാരും ഒരിക്കലും അങ്ങനെയൊന്നും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അച്ഛൻ്റെയൊക്കെ മരണമുണ്ട്, സ്വാഭാവികമാണ് കാര്യങ്ങളാണ് ഇത്. തീർച്ചയായിട്ടും അവൻ്റെ ആ പ്രായത്തിൽ നമ്മൾ ആരും ഒരിക്കലും ചിന്തിക്കില്ലല്ലോ, ഒരിക്കലും ചിന്തിക്കില്ല. നമുക്ക് എങ്ങനെയെങ്കിലും ഒരു ഐഡിയ നേരത്തെ കിട്ടുന്ന എന്തെങ്കിലും കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മളത്. ഈ സിനിമ ഭരതം ഇറങ്ങുന്ന സമയത്തായിരുന്നു ആ ഒരു ഇത് കഴിഞ്ഞിട്ടായിരുന്നു. അത് 92 ആണ്. ഭരതം 91 ആയിരുന്നു.